ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 ഓഫ് മെനി ഹ്യൂസ് എന്നതിലെ രണ്ടാമത്തെ പാഠമായ ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ പോമും അതിലെ അപ്രിസിയേഷൻ, ഈ പോമിൽ എന്താ പറയുന്നത് എന്ന കാര്യവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 6ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നിവ എല്ലാതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ കഴിഞ്ഞ പാഠമായ നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന പാഠവും അതിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണ്? ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന പാഠമാണ്. അതായത് ഭൂമിയുടെ നിറങ്ങൾ എന്നതാണ് പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? Imagine a world in just one color. Quite boring, isn't it? അതായത് നമ്മളോടൊരു സങ്കല്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലോകം ഒരു നിറത്തിൽ മാത്രമായിട്ടൊന്ന് സങ്കല്പിക്കാനാണ്. വളരെയധികം ബോറിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അല്ലേ? അതായത് ഒരു കളർ മാത്രമാകുമ്പോൾ നമുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല, നമുക്ക് ബോറടിക്കും അത് കണ്ടിട്ടുണ്ടെങ്കിൽ. Luckily, our world is filled with a rich variety of colors and cultures. അതായത് നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ട് വൈവിധ്യമാർന്നിട്ടുള്ള നിറങ്ങളും സംസ്കാരങ്ങൾ, കൾച്ചറും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. Here, song that celebrate the variety. അതായത് ഇവിടെ ഒരു ഗാനം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വെറൈറ്റി, വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന ഒരു സോങ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ് സോങ്ങിൻ്റെ പേര്? ദ കളേഴ്സ് ഓഫ് എർത്ത്, അതായത് ഭൂമിയുടെ നിറങ്ങൾ എന്നതാണ് അർത്ഥം. ഇത് എഴുതിയിട്ടുള്ളത് സാറാ പ്യൂട്ടൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കിനി പോമിലേക്ക് കടക്കാം. We are made of the colors of earth. അതായത് നമ്മൾ എന്താണ്? ഭൂമിയുടെ നിറങ്ങളാൽ നിർമ്മിതമാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നിറങ്ങൾ, ഒരുപാട് നിറങ്ങളുമായിട്ടാണ് നമ്മുടെ ഭൂമി ഉള്ളത്. ഈച്ച് കളേഴ്സ് ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഈസ് ട്രൂ. അതായത് എന്താണ്? ഓരോ കളറും ഓരോ നിറവും എന്താണ്? ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ നിറവും ട്രൂ, സത്യവുമാണ് എന്നാണ് പറയുന്നത്. We are made of the colors ഓഫ് എർത്ത്. അതായത് നമ്മൾ ഈ ഭൂമിയുടെ നിറങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് വീണ്ടും പറയുന്നത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. അതായത് എന്താണ്? നിങ്ങളെ സൃഷ്ടിച്ച നിറങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്നതാണ് ആ വരികളിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ വ്യത്യസ്തമായ നിറങ്ങളുണ്ട്, എല്ലാ നിറങ്ങളും വ്യത്യസ്തമാണ്, ആ നിറങ്ങളെല്ലാം സത്യമാണ്. അതുപോലെ തന്നെ ഞാൻ ആ നിറങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു എന്നുമാണ് ആദ്യത്തെ ആ പാരഗ്രാഫിൽ പറയുന്നത്. When I look in the eyes of my friends, അതായത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ I can see topaz, I can see sky. എന്താണ്? അതായത് എനിക്ക് ടോപ്പാസ്, അതായത് ഒരു രത്നക്കല്ലിനെയാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്ക് എന്താണ്? സ്കൈയും കാണാൻ പറ്റുന്നുണ്ട്, അതാണ് അതിലൂടെ പറയുന്നത്. Then the green and the grey of the sea rolling by and the dazzling brown river in the morning. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഗ്രീനും ഗ്രേയുമായിട്ടുള്ള കടലിൻ്റെ ഗ്രീനും ഗ്രേ കളറുകളും അതുപോലെ തന്നെ ഡാസ്ലിംഗ് ബ്രൗൺ എന്ന് പറയുന്നത് പ്രഭാതത്തിലുള്ള കാപ്പി കളറും എന്തൊക്കെയാണ്? അതെല്ലാം ഓരോ നിറങ്ങളെ, വൈവിധ്യങ്ങളെ, വെറൈറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസയിൽ പറയുന്നത് ഓരോ, അതായത് അവൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ടോപ്പാസ്, സ്കൈ, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, ആ കളറുകളൊക്കെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വൈഡ് വെറൈറ്റിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. The next stanza. When I look at the hands of my friends, I can see chestnut, I can see corn, the color of the wheat and a dappled brown fawn, and the sun kissed the black trees in the morning. അതായത് when I look at my hands of my friends, അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ, അതായത് ഇവിടെ കൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈ എന്താ? സ്കിൻ കളറിലോട്ട്. അതായത് ഓരോ മനുഷ്യരുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരുടെ കൈകൾ
കൈകളിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട്. അതായത് ചെസ്റ്റ്നട്ട്, അതായത് എനിക്ക് ചെസ്റ്റ്നട്ട് കാണാൻ കഴിയുന്നു. അതായത് ചെസ്റ്റ്നട്ട് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. അപ്പോൾ അതായത് അങ്ങനെയുള്ള നിറമുള്ള വ്യക്തികളെയും എനിക്ക് കാണാൻ കഴിയുന്നു. ഐ ക്യാൻ സീ കോൺ, അതായത് ചോളം, അതായത് അങ്ങനത്തെ കളറുള്ള ചോളത്തിൻ്റെ കളറുള്ളവരെയും എനിക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ എന്താ, ദ കളർ ഓഫ് വീറ്റ് ആൻഡ് എ ടാപ്പിൾഡ് ബ്രൗൺ ഫോൺ, അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ നിറമുള്ളവരെയും അതുപോലെ തന്നെ ബ്രൗൺ ടാപ്പിൾഡ് എന്ന് പറഞ്ഞ കുത്തുകളൊക്കെയുള്ള മാൻകുട്ടികളെ പോലെയുള്ളവരെയും എനിക്ക് കാണാൻ കഴിയുന്നു. ആൻഡ് ദ സൺ കിസ് ദ ബ്ലാക്ക് റേസ് ഇൻ ദ മോർണിംഗ്. എന്താണ്, അതായത് എന്താണ്, രാവിലെ ഒരു സൺ കിസ്ഡ് ബ്ലാക്ക് റേസുകളിൽ നിന്ന് വരുന്ന അങ്ങനത്തെയുള്ള കളറുകളുള്ളവരും അവൻ്റെ ഫ്രണ്ട്സുകളിൽ കൈകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ലോകത്ത് മനുഷ്യരെന്ന് പറയുന്നത് വൈവിധ്യം, ഡിഫറൻ്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. അതായത് കൈകൾ എന്നതിലൂടെ അവരുടെ സ്കിൻ കളർ, ഓരോരുത്തരുടെയും സ്കിൻ കളർ വ്യത്യാസമാണെന്നാണ് ഇതിലൂടെ എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ സ്റ്റാൻസയിൽ പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. അതായത് ഓദർ പറയുകയാണ്, ഭൂമിയുടെ നിറങ്ങളുടെ പേര് എന്നോട് പറയൂ എന്നാണ് പറയുന്നത്. ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് വഴുതനയുടെ പർപ്പിൾ. അതുപോലെ തന്നെ ഓറഞ്ച് ഓഫ് പീച്ച്, അതായത് ഓറഞ്ചിൻ്റെ പീച്ച് കളറ്. ആൻഡ് ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച് ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. അതായത് എന്താണ്, കടൽ തീരത്തെ കല്ലുകളുടെ പച്ചയും കറുപ്പും, രാവിലെ പർവ്വതത്തിലെ സൂര്യനെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വൈവിധ്യമാർന്ന നിറങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തകൾ മനോഹരമാക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ഒരു അപ്രിസിയേഷൻ എന്താണ് ഇതിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതുമായി വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് ഓദറിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബൌട്ട് ദ ഓദർ, സാറ പിർട്ടൽ ആണ്. ഈസ് എൻ അമേരിക്കൻ റൈറ്റർ, മ്യൂസീഷ്യൻ ആൻഡ് ടീച്ചർ. അപ്പോൾ അമേരിക്കൻ റൈറ്റർ ആണ്. ഷീ ഈസ് ഫേമസ് ഇൻ ലിറ്ററസി സർക്കിൾസ് ഫോർ ദ അവാർഡ് വിന്നിംഗ് നോവൽസ് ആൻഡ് ഔട്ട്ബ്രേക്ക് ഓഫ് പീസ്. ആസ് ദ മ്യൂസീഷ്യൻ, പിർട്ടൽ ഈസ് known for her folk music with songs about fairness, kindness and caring for the environment. അതായത് സാറ പീട്ടൽ എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്ററാണ്, അതുപോലെ തന്നെ ടീച്ചറാണ്, മ്യൂസീഷ്യനാണ്. അവർക്ക് ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി എന്താണ് ഈ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഈ പോമിൻ്റെ അപ്രിസിയേഷൻ എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ചെറിയ അപ്രിസിയേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ പോം ദ കളേഴ്സ് ഓഫ് ദ എർത്ത് ബൈ സാറ പീട്ടൽ ഈസ് എ ബ്യൂട്ടിഫുൾ സോങ് ദാറ്റ് സെലിബ്രേറ്റ് ദ മെനി കളേഴ്സ് ഓഫ് നേച്ചർ ആൻഡ് പീപ്പിൾ. അതായത് ആ സോങ്ങിൽ പറയുന്നത് അവർ ആഘോഷിക്കുകയാണ് പല നിറങ്ങളിലുള്ള പ്രകൃതിയെയും മനുഷ്യരെയും. ഇറ്റ് ഷോ ദാറ്റ് എവറി പേഴ്സൺ ഈസ് യുണീക്ക് ആൻഡ് സ്പെഷ്യൽ ജസ്റ്റ് ലൈക്ക് ദ ഡിഫറെൻറ്റ് കളേഴ്സ് ഫൗണ്ട് ഓൺ എർത്ത്. അതായത് അതിലൂടെ പറയുന്നത് ഓരോ വ്യക്തികളും യുണീക്കാണ്, അതുപോലെ തന്നെ അവർ സ്പെഷ്യലാണ്. അതായത് നമ്മുടെ എർത്തിലുള്ള പലതരങ്ങളിലുള്ള കളറുകൾ പോലെയാണ് എന്ന് പറയുകയാണ്. ദ പോയറ്റ് യൂസസ് ലവ്ലി വേർഡ്സ് ടു ഡിസ്ക്രൈബ് ദ കളേഴ്സ് ഓഫ് ഹെർ ഫ്രണ്ട്സ് ഐസ് ആൻഡ് ഹാൻഡ്സ്. അതായത് പോയറ്റ് ഇവിടെ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വർണ്ണിക്കുന്നുണ്ട് ഒരുപാട് കളറുകൾ അവരുടെ ഫ്രണ്ട്സിലൂടെ, അവരുടെ എന്താണ് ഐസിൻ്റെയും ഹാൻഡിൻ്റെയും. ഷി ടോക്സ് അബൌട്ട് ടോപ്പാസ്, ചെസ്റ്റ്നട്ട്, കോൺ, വീറ്റ്, പർപ്പിൾ, എഗ് പ്ലാന്റ്, ബ്ലാക്ക് സ്റ്റോൺസ് ആൻഡ് മെനി മോർ. ദിസ് കളേഴ്സ് കം ഫ്രം നേച്ചർ ലൈക്ക് ദ സീ, സ്കൈ, റിവർ, ട്രീസ്, ഫ്രൂട്ട് ആൻഡ് മൗണ്ടെയിൻ. അതായത് ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് അതെല്ലാം വരുന്നത് പ്രകൃതിയിൽ നിന്നുള്ള, കടലിൽ നിന്നും മേഘങ്ങളിൽ നിന്നുമൊക്കെയാണ്. ദ മെസ്സേജ് ഓഫ് ദ പോം ഈസ് ദാറ്റ് വി ആർ ഓൾ കണക്റ്റഡ് ടു നേച്ചർ ആൻഡ് വി ഷുഡ് ലവ് ആൻഡ് റെസ്പെക്ട് ഈച്ച് അതർ. അതായത് ഈ പോമിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യണം. It teaches us that our difference make us beautiful just like the colors of earth. അതായത് അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വ്യത്യസ്തരാകുന്നത് വളരെ മനോഹരമാണ്. എന്തിൻ്റെ പോലെയാണ്? നമ്മുടെ ഭൂമിയിലുള്ള നിറങ്ങളെ പോലെ. The poet words are simple but full of meanings. അതായത് ഇവിടെ കവി പറയുന്നത് വളരെ എളുപ്പം സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിലൂടെയാണ്, പക്ഷെ നല്ല അർത്ഥങ്ങളുള്ളതിലൂടെയാണ് കടന്നു പോകുന്നത്. The poem also make us feel happy and proud of the world we live. അതായത്
പോയറ്റ് വളരെയധികം എന്താണ് സന്തോഷത്തിലാണ്, നമ്മുടെ അഭിമാനം കൊള്ളുകയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പോം ദാറ്റ് റിമൈൻഡ് അസ് ടു സീ ദ ബ്യൂട്ടി ഇൻ എവ്രി വൺ ആൻഡ് എവറിത്തിങ് അറൗണ്ട് അസ്. അതായത് ഈ പോം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തെയും അതുപോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ളതിനെയും എല്ലാത്തിനെയും സൗന്ദര്യമുണ്ടെന്നും മനോഹരമാണെന്നുമാണ് ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. ഇതൊരു സോങ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ഓരോന്നുമായി പഠിക്കാം. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് ഈ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? ഏതൊക്കെ കളേഴ്സ് ആണ്? അതായത് ഏതൊക്കെ? വി ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ലൈക്ക് ചെസ്റ്റ്നട്ട്, ടോപ്പാസ്, സ്കൈ ബ്ലൂ, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക് ആൻഡ് മോർ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പലനിറം കളറുകൾ കൊണ്ടാണ്. ചെസ്റ്റ്നട്ടിൻ്റെ കളറ്, ടോപ്പാസ്, സ്കൈ ബ്ലൂ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കളേഴ്സ് ക്യാൻ ബി സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? അതായത് ഏതൊക്കെ കളറാണ് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിൽ കാണുന്നത്? ദ സ്പീക്കർ സീസ് ടോപ്പാസ്, സ്കൈ ബ്ലൂ, ഗ്രീൻ, ഗ്രേ ആൻഡ് ബ്രൗൺ. Then third question, what natural things does the speaker mention in the സോങ്? അതായത് ഈ സോങ്ങിൽ സ്പീക്കർ എന്തൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് ആണ് പരാമർശിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ്? ദ സ്പീക്കർ ടോക്സ് അബൌട്ട് ദ സീ, റിവർ, ബീച്ച്, സ്റ്റോൺസ്, മൗണ്ടെയിൻ, വീറ്റ്, ഫോൺ, ട്രീസ് ആൻഡ് സ്കൈ. അതായത് കടലിനെ കുറിച്ചും പുഴകളെ കുറിച്ചും കല്ലുകളെ കുറിച്ചും കുന്നുകളെ കുറിച്ചും ഗോതമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ മാൻകുട്ടികളെ കുറിച്ചും അതുപോലെ തന്നെ മേഘത്തെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. Then fourth question, what is the speaker trying to convey about the relationship between humans and nature? അതായത് സ്പീക്കർ ഇതിലൂടെയെല്ലാം എന്ത് ബന്ധമാണ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള എന്ത് ബന്ധമാണ് ഇതിലൂടെയെല്ലാം കൺവേ ചെയ്യുന്നത്? എന്തൊക്കെയാണ്? the speaker says that humans are a part of nature. അതായത് സ്പീക്കർ പറയുന്നത് മനുഷ്യരെന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. our colors come from nature, we are all beautiful and different like nature. നമ്മളെല്ലാവരും നമ്മുടെ കളറുകളെല്ലാം വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അതുപോലെ തന്നെ എല്ലാവരും നല്ല മനോഹരമാണ്, പ്രകൃതിയെ പോലെ തന്നെ മനോഹരമാണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, വാട്ട് കളേഴ്സ് ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്? ഏതൊക്കെ കളറുകളാണ് സ്പീക്കർ ബീച്ചിൽ കാണുന്നത്? ദ സ്പീക്കർ സീസ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺ ഓൺ ബീച്ച്. അതായത് പച്ചയും ബ്ലാക്കും കല്ലുകളെയാണ് ബീച്ചുകളിൽ കാണുന്നത്. സിക്സ്ത് എന്താണ്? വാട്ട് തിങ്സ് ഡിസ്ക്രൈബ് ഇൻ ദ സോങ് അട്രാക്ട് യു ദ മോസ്റ്റ്? വൈ? നിങ്ങൾക്ക് ഇതിൽ എന്താണ് കൂടുതലായിട്ട് ആകർഷിച്ചിട്ടുള്ളത് അത് എഴുതാനാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഐ ലൈക്ക് ദ ഡാർജിലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അതായത് ആ ഒരു ലൈൻ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് സൗണ്ട് പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പീസ്ഫുൾ, സമാധാനവും മനോഹരവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് വരിയാണ് ഇഷ്ടം, എന്തുകൊണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇനിയും കുറച്ച് ചോദ്യങ്ങളുണ്ട്, അപ്പോൾ അതും കൂടി നോക്കാം. അടുത്തത്, ലിസ്റ്റ് ഔട്ട് ദ കളേഴ്സ് മെൻഷൻ ഇൻ ദ സോങ് ദ കളേഴ്സ് ഓഫ് എർത്ത്. അതായത് ഈ സോങ്ങിൽ ഒരുപാട് കളേഴ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാനാണ്. രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, ചെസ്റ്റ്നട്ട്, ടോപ്പാസ് എന്ന്. ഇനി എന്തൊക്കെയാണ്? സ്കൈ, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ. കോൺ എന്ന് പറയുന്നത് യെല്ലോ കളറിനെയാണ് പരാമർശിക്കുന്നത്. വീറ്റ്, ഗോൾഡ്, ബ്ലാക്ക്, പർപ്പിൾ, ഓറഞ്ച്. ഇതൊക്കെയാണ് നമുക്ക് ആ സോങ്ങിലൂടെ പരാമർശിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാച്ചർ ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ദാറ്റ് ഇൻസ്പയർ അസ്. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് മനോഹരമായ നിറങ്ങൾ കൊണ്ട് മനോഹരമാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. ഈച്ച് ഷെയ്ഡ് റിഫ്ലക്ട് ദ വേൾഡ് അറൗണ്ട് അസ്. അതായത് ഓരോ നിറങ്ങളും നമ്മളെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വേൾഡ്, ചുറ്റുമുള്ള ഈ ലോകത്തെ. എ ക്വസ്റ്റ്യൻ, ദർ ആർ സം കളേഴ്സ് ദാറ്റ് ഗോ വിത്ത് ഫ്രൂട്ട്, ആഡ് എ ഫ്യൂ മോർ. അതായത് ആപ്പിൾ റെഡ്, അതായത് നമ്മൾക്ക് ആപ്പിൾ എന്ന് പറയുന്നത് റെഡ് കളറാണ്. അപ്പോൾ അതുപോലെയുള്ളത് നമ്മളോട് എഴുതാനാണ്. അത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ റെഡ് ആൻഡ് ബനാന യെല്ലോ. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? മാംഗോ ഓറഞ്ച്, ഗ്രേപ്സ് പർപ്പിൾ, വാട്ടർമെലൺ പിങ്ക്. അതായത് അതിൻ്റെ കളർ എന്താണോ അങ്ങനെ നമുക്ക് ഇത് എഴുതാവുന്നതാണ്.
അടുത്തത് ബി ക്വസ്റ്റ്യൻ. സം കളേഴ്സ് ക്യാൻ ബി പെയർഡ് വിത്ത് ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന. റൈറ്റ് എ ഫ്യൂ. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഫ്രൂട്ട്സിൻ്റെയും അതിൻ്റെ കളറും വെച്ച് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സാധനങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിന അതിനെ പെയർ ചെയ്യാനാണ്. രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്കൈ ബ്ലൂ, അതായത് സ്കൈ നമുക്കറിയാം ബ്ലൂ കളറാണ്. അതേപോലെ നമ്മളോട് മറ്റുള്ളത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സൺസെറ്റ് ഓറഞ്ച് എന്നും കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എഴുതാവുന്നതാണ് ഗ്രാസ് ഗ്രീൻ കളറാണ് അല്ലേ നമ്മുടെ ചെടികൾ, ഗ്രാസ് പുല്ല്. ദെൻ ക്ലൗഡ് വൈറ്റ്, ഓഷ്യൻ ബ്ലൂ. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ അതിലെ സി ക്വസ്റ്റ്യൻ എന്താണ്? എ ഫ്യൂ കളേഴ്സ് ആർ പെയർഡ് വിത്ത് ഫുഡ് ഐറ്റംസ്, ഗീവ് മോർ എക്സാമ്പിൾസ്. അതായത് ചില സാധനങ്ങൾ നമ്മൾ ഭക്ഷണ വസ്തുക്കളുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാനാണ്. രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ബ്രൗൺ. അപ്പോൾ നമുക്കെല്ലാം ചോക്ലേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ബ്രൗണിലാണ്, ടൊമാറ്റോ റെഡിലാണ്. നമുക്കിനി എഴുതാം ബട്ടർ യെല്ലോ. നമുക്കറിയാം ബട്ടർ യെല്ലോയിലാണ്. കോഫി ബ്രൗൺ, ക്യാരറ്റ് എന്താണ്? ഓറഞ്ച് നിറത്തിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പെയർ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് റീഡ് ദ ലൈൻസ് ബിലോ. താഴെ കൊടുത്തിട്ടുള്ള വരികൾ വായിക്കുക. അതായത് നമ്മുടെ സോങ്ങിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാർജിലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അതായത് A question, find out the describing words of the object, natural phenomena. അതായത് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ എഴുതാം? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അതിൽ അതായത് ഗ്രീൻ സീ എന്ന് പറയുന്നുണ്ട്, ഗ്രേ സീ എന്ന് പറയുന്നുണ്ട്, ഡാർജിലിംഗ് ബ്രൗൺ റിവർ. അപ്പോൾ അതൊക്കെ ഓരോ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. ഇനി അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. അതായത് ആ സോങ്ങിൽ നിന്ന് തന്നെ മറ്റുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ്, ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ, പർപ്പിൾ എഗ് പ്ലാന്റ്, ഓറഞ്ച് പീച്ച്, ബ്ലാക്ക് സ്റ്റോൺസ്, ഗ്രീൻ സ്റ്റോൺസ്. ഇതൊക്കെ നമുക്ക് ആ പോമിലെ സോങ്ങിൽ നിന്ന് കണ്ടെത്തുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. ദെൻ സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് എന്താണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓരോന്ന് ഉണ്ടാക്കാനാണ്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വാസ് വാക്കിംഗ് എ സൺ കിസ്ഡ് ബിൽഡിംഗ്. അതായത് അവിടെ സൺ കിസ്ഡ് എന്ന് പറയുന്നതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. അതുപോലെ തന്നെ അടുത്തതിൽ ദ ഗ്രീൻ ഓഫ് ദെയർ യൂണിഫോം വാസ് ഡാർജിലിംഗ്. അതിൽ ഡാർജിലിംഗ് ആണ്. അതുപോലെ 2-3 കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഐ സോ എ സൺ കിസ്ഡ് ഹിൽ ഇൻ ദ മോർണിംഗ്. അപ്പോൾ അവിടെ സൺ കിസ്ഡ്. ദെൻ സെക്കൻഡ്, ഐ ടാപ്പിൾഡ് ബ്രൗൺ ഡോഗ് വാസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. അതായത് കുത്തുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ബ്രൗൺ കളറായിട്ടുള്ള നായ ഗാർഡനിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. വി പിക്ക്ഡ് എ പർപ്പിൾ എഗ് പ്ലാന്റ് ഫ്രം ദ ഫാം. അതായത് പർപ്പിൾ എഗ് പ്ലാന്റ്, അതായത് പർപ്പിൾ നിറത്തിലുള്ള വഴുതന ഞങ്ങൾ ഫാമിൽ നിന്ന് പിക്ക് ചെയ്തു. അടുത്തത് 4th എന്ന് പറയുന്നത് എ ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്. ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അവിടെ എഴുതാവുന്നതാണ്. ഐ ലൈക്ക് ബ്ലൂ ദ മോസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എന്താ കാം ലൈക്ക് ദ സ്കൈ ആൻഡ് ഓഷ്യൻ. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാണ്. കാരണം അതൊരു ശാന്തവും, അതായത് മേഘത്തെ പോലെ ശാന്തവും അതുപോലെ തന്നെ ഓഷ്യൻ്റെ പോലെയുള്ള കളറായതുകൊണ്ടാണ് എനിക്കത് കൂടുതൽ ഇഷ്ടം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എഴുതാം. ഈ ബ്ലൂ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ദെൻ അതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് നെയിംസ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. നിങ്ങൾക്ക് അറിയുന്ന കളറുകളുടെ പേരൊക്കെ അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പർപ്പിൾ, ഓറഞ്ച്, പിങ്ക്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, ബ്രൗൺ, ഗോൾഡ്, സിൽവർ, മെറൂൺ, ഇൻഡിഗോ. അപ്പോൾ ഇതുപോലെ ഇനിയും കളേഴ്സ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് സി എന്താണ്? സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫൈൻഡ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്രം ദ മാഗസിൻ, ന്യൂസ് പേപ്പർ ആൻഡ് ഓൾഡ് കാലണ്ടർ. ഡിസൈൻ എ ചാർട്ട് ടു ഷോക്കേസ് യുവർ കളർഫുൾ വർക്ക്. അതായത് നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് പല നിറങ്ങളിലുള്ള കളറുകളെ കണ്ടെത്തുക. ന്യൂസ് പേപ്പറിൽ നിന്നും മാഗസിനിൽ നിന്നും പഴയ കലണ്ടറുകളിൽ നിന്നും. എന്നിട്ട് എന്താണ് ഒരു കളർഫുൾ വർക്ക് നിങ്ങൾ ചാർട്ടിൽ ഒട്ടിച്ചിട്ട് ഒരു ഡിസൈൻ ആക്കുക. Each group can add a creative title to their chart and present it in class. Explain why you pick each item. അതായത് ഓരോ ഗ്രൂപ്പ് നല്ല അടിപൊളിയായിട്ടുള്ള ടൈറ്റിലൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, പിക്ക് ചെയ്തിട്ടുള്ളത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടീച്ചറുടെയും കൂട്ടുകാരുടെയും സഹായത്തോടെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളത് സ്കൂളിൽ ചെയ്യുക ഗ്രൂപ്പായിട്ട്. ദെൻ 5th എന്താണ്? കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയം. അതായത് നിങ്ങളോടൊരു കൊറിയോഗ്രാഫ് സോങ് ഉണ്ടാക്കാനാണ്. അതായത് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിരിക്കണം, ഫൺ ആയിരിക്കണം, യൂസ് മാസ്ക് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. പല സംസ്കാരങ്ങളിൽ
നിന്നിട്ട് എടുക്കണം. ഡിസൈൻ സ്റ്റെപ്സ് ദാറ്റ് എവ്രി വൺ ക്യാൻ ഡു, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ സ്റ്റെപ്സ് ഒക്കെ ആവുക. അപ്പോൾ അതൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങളിത് ടീച്ചറുടെ സഹായത്തോടെ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ടായിരുന്നത്. കളേഴ്സ് ഓഫ് എഴുത്ത് എന്ന് പറയുന്ന പാഠം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിലെ അപ്രിസിയേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.